നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് തേൻനെല്ലിക്കയാണ്. പലരും പരാതി പറയുന്നത് കേട്ടിട്ടുണ്ട്, ഞങ്ങൾ ഉണ്ടാക്കിയത് ശരിയായില്ല എന്ന്. എന്നാൽ ഇത് വളരെ ഈസിയായി, അധിക ചേരുവകളൊന്നുമില്ലാതെ 1 മണിക്കൂർ കൊണ്ട് ഏത് സാധാരണക്കാർക്കും തയ്യാറാക്കാവുന്ന ഒരു വിഭവമാണ്. അതിനു വേണ്ട ചേരുവകൾ: നെല്ലിക്ക 750 ഗ്രാം. നെല്ലിക്ക വാങ്ങുമ്പോൾ നല്ല പോലെ മൂത്തതും കേടുകളില്ലാത്തതും നോക്കി തിരഞ്ഞെടുക്കുക. 250 ഗ്രാം പഞ്ചസാര, 200 ഗ്രാം തേൻ, 250 ഗ്രാം ചക്കര, ചില പ്രദേശങ്ങളിൽ കരിപ്പട്ടി എന്നും പറയും. തെങ്ങിൽ നിന്നും പനയിൽ നിന്നെല്ലാം ഉണ്ടാക്കുന്നത് ചക്കരയും കരിമ്പനയിൽ നിന്നുണ്ടാക്കുന്നത് കരിപ്പട്ടിയും, അതാണ് തമ്മിലുള്ള വ്യത്യാസം, വേറെ ഒന്നുമില്ല. ഏലക്കായ 5 എണ്ണം, കുരുമുളക് 10 എണ്ണം, കരിയാമ്പു 3 എണ്ണം, പട്ട ഒരു ചെറിയ കഷ്ണം. അതിൻ്റെ ടേസ്റ്റ് ആവശ്യമുള്ളവർ മാത്രം ഉപയോഗിച്ചാൽ മതി. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞത്, ഒരു നുള്ളു ഉപ്പ്. ഇത്രയും സാധനങ്ങൾ മതി. ഇഞ്ചി കൂടിയാലും ഒരു പ്രശ്നവുമില്ല. നെല്ലിക്ക പാനിയുടെ കൂടെ ഇഞ്ചി കഴിക്കുമ്പോൾ അതിന് ടേസ്റ്റ് കൂടും. ഇഞ്ചിയുടെ ഔഷധ ഗുണം നന്നായി അറിയുന്നവരാണല്ലോ നാം. ഇഞ്ചി ദഹനത്തെ സഹായിക്കുക മാത്രമല്ല, അതോടൊപ്പം ശരീരത്തിന് പുതിയ എനർജിയും നൽകും. ഇനി നാം ചെയ്യേണ്ടത്, നെല്ലിക്ക നല്ല പോലെ കഴുകിയെടുത്തതിന് ശേഷം ഒരു ഫോർക്ക് കൊണ്ട് നെല്ലിക്കയുടെ നാനാഭാഗത്തും ഇതുപോലെ അതിൻ്റെ സൈഡിൽ തട്ടുന്ന പോലെ ഹോൾസ് ഇടുക. ഇങ്ങനെ ചെയ്താൽ ശർക്കരപ്പാനി അതിൻ്റെ ഉൾവശത്തേക്കെല്ലാം എത്തുകയുള്ളൂ. അതിനുശേഷം നെല്ലിക്കയിലേക്ക് തിളച്ച വെള്ളമൊഴിച്ച് 10 മിനിറ്റ് അത് ചൂടാറുന്നത് വരെ മൂടി വെക്കുക. ഇങ്ങനെ ചെയ്താൽ അതിൻ്റെ കയ്പ്പ് രസം അല്ലെങ്കിൽ അതിൻ്റെ ആ പച്ചരുചിയെല്ലാം മാറിക്കിട്ടും. ഇനി നമുക്ക് നല്ല പോലെ കഴുകി വെച്ച നെല്ലിക്ക, അതിൽ തീരെ വെള്ളം ഉണ്ടാകാൻ പാടില്ല. വെള്ളമെല്ലാം നല്ല പോലെ കളഞ്ഞതിന് ശേഷം അത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം അത് തവി കൊണ്ടൊന്ന് പരത്തി കൊടുക്കുക. ഇനി നാം കരുതി വെച്ചിരിക്കുന്ന പഞ്ചസാര അതിൻ്റെ മുകളിലേക്ക് വിതറി കൊടുക്കുക. 250 ഗ്രാം പഞ്ചസാരയാണ്. ശേഷം ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി അതതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ശർക്കര നല്ലപോലെ ഉരുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം, അതിൽ കച്ചറ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതെല്ലാം ഒഴിവാക്കി അരിച്ചെടുത്തതിന് ശേഷം മാത്രം അതിലേക്ക് ചേർത്ത് കൊടുക്കുക. കൂട്ടത്തിൽ ഒരു നുള്ള് ഉപ്പും അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നാം ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി അതിൻ്റെ മുകളിലേക്ക് വിതറി കൊടുക്കുക. പിന്നെ ഏലക്കായ, കരിയാമ്പു, കുരുമുളക് 10 എണ്ണം പറഞ്ഞിരുന്നത്. കുരുമുളകും ഇഞ്ചിയും നിങ്ങൾ എത്ര കൂടുതലിടുന്നോ അത്രയും അതിന് രുചിയുണ്ടാവുക. ശർക്കരപ്പാനിയിൽ കിടന്നത് നല്ലപോലെ വേകുമ്പോൾ നല്ല രുചിയാണ് അതിന്. അതുകൊണ്ട് കൂടുതൽ ഉപയോഗിച്ചാൽ ഒരു കുഴപ്പമില്ല. പിന്നീട് ചെറുനാരങ്ങ പകുതി കുരു കളഞ്ഞത് അതിലേക്ക് പിഴിഞ്ഞു കൊടുക്കുക. അതിനുശേഷം നമുക്ക് തീ കത്തിക്കാം. കത്തിച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 40 മിനിറ്റ് 45 മിനിറ്റ് സമയം അതൊന്ന് വേവിച്ചെടുക്കണം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ടൊന്ന് നോക്കണം. ചില നെല്ലിക്ക പെട്ടെന്ന് വിരിഞ്ഞ് പൊട്ടുന്ന വിധത്തിൽ വരും. അതിന് മുന്നേ അത് ഈ പരുവത്തിലായി കിട്ടണം. അരമണിക്കൂർ കൊണ്ട് ഇതുപോലെ ആയി കിട്ടും. ശർക്കരപ്പാനിയിൽ കൂടുതൽ വെള്ളം ചേർക്കാതിരിക്കുക. ഇതുപോലെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഒരു നൂൽ പരുവത്തിലാകുന്നത് വരെ വിരലുകൊണ്ട് ഇങ്ങനെ 2 വിരൽ കൊണ്ട് ശർക്കരപ്പാനി ഒന്ന് എടുത്ത് ഒട്ടിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിങ്ങനെ ഒട്ടുന്ന വിധത്തിൽ തോന്നുന്ന വരെ വേവിച്ചെടുക്കുക. അതിനുശേഷം തീ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത് ഒന്ന് തണുത്തതിന് ശേഷം അതിനെ നമുക്കൊരു ബൗളിലേക്ക്, ഒരു ജാറിലേക്ക് മാറ്റി വെക്കാവുന്നതാണ്. നല്ല ചില്ലിൻ്റെ കുപ്പി ഉണ്ടെങ്കിൽ അതിലേക്കും ഭരണിയിലേക്കൊക്കെ തയ്യാറാക്കിയതിന് ശേഷം നമുക്ക് ഒഴിച്ചു വെക്കാവുന്നതാണ്. ഇനി അത് ഇതുപോലെ ഒന്ന് പരത്തിയതിന് ശേഷം നല്ലപോലെ ചൂടാറിയതിന് ശേഷം മാത്രം നമുക്കതിൻ്റെ മുകളിലോട്ട് തേൻ ഒഴിച്ചു കൊടുക്കാം. തേൻ നെല്ലിക്ക എന്ന് പറയുന്നുണ്ടെങ്കിലും കൂടുതലും അതിൽ ചക്കരയും പഞ്ചസാരയുമാണ് ഉണ്ടാവുക. തേൻ അതിലൊഴിക്കുന്നത് ആ തേൻ്റെ ഒരു ടേസ്റ്റ് വരാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ 1 കിലോ നെല്ലിക്കയ്ക്ക് ഒരു 200 ഗ്രാം
തേൻ ധാരാളമാണ്. അതതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞാൽ നല്ല പോലെ മധുരമെല്ലാം പിടിച്ച് നല്ല ശർക്കര പാനിയിൽ കിടന്ന് വെന്തതിന് ശേഷം നമുക്ക് ശരിയായ നല്ല നിലയിലുള്ള ഒരു ഗുലാബ് ജാമെല്ലാം കഴിക്കുന്ന പോലെ ഒരു വെള്ള പ്ലേറ്റിലേക്ക് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കളറിൽ നമുക്ക് ലഭ്യമാകുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇനിയും ഇത്തരത്തിലുള്ള വീഡിയോകളുമായി ഞങ്ങൾ ഇനി വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. For more updates from Masal Media, please subscribe to this channel and press the bell icon. Jazakumullahu khairan.